എന്ത് പ്രാന്താണ്. Let's go to Walkman, guys. വണ്ടി വന്നേക്കല്ലേ, ഞാൻ വണ്ടി നോക്കിക്കൊണ്ടിരിക്കണ. അപ്പോൾ നമ്മൾ ഇന്ന് മുട്ടത്ത് നിന്ന് വാഗമണിലേക്ക് പോവാണ്. അപ്പോൾ 1.5 മണിക്കൂറിൻ്റെ യാത്രയാണ്. അങ്ങ് ദൂരെ നമുക്ക് തേയിലത്തോട്ടം, കുറച്ച് അടിപൊളി സീനറി ഒക്കെ കണ്ടപ്പം ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. എന്നിട്ട് അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാഗമൺ മെഡോസ് ആണ്, അതായത് മൊട്ടക്കുന്ന്. അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ വാഗമൺ മെഡോസ് എത്തി. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നല്ല പൊരി വെയിലും ആയിരുന്നു. പക്ഷേ ഇവിടെ തിരക്കിന് ഒട്ടും കുറവില്ലായിരുന്നു. ഫുൾ ആൾക്കാരായിരുന്നു. ഇവിടെ സിപ്പ് ലൈൻ, കയാക്കിങ്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ സിപ്പ് ലൈൻ ചെയ്തായിരുന്നു. ഇവിടെ സിപ്പ് ലൈനിന് 400 റുപ്പീസാണ് പെർ പേഴ്സൺ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇവർ ഡ്രോൺ യൂസ് ചെയ്തിട്ട് വീഡിയോ എടുത്ത് തരും. അതിന് എക്സ്ട്രാ 350 പേ ചെയ്യണം. അപ്പോൾ തൽക്കാലം നമ്മൾ ഡ്രോണൊന്നും യൂസ് ചെയ്തില്ല. ശേഷം അവൾ വരികയാണ് കേസ്, വരികയാണ് ഫൈനലി. എൻ്റെ തൊപ്പിൻ്റെ അതിനുശേഷം നമ്മളൊരു സമോസയും അതുപോലെ തന്നെ നറുനണ്ടി സർബത്തൊക്കെ കുടിച്ചായിരുന്നു. ഇവിടെ കുറേ ബദാം കേക്ക്, അതുപോലെ തന്നെ കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ ബദാം കേക്കും ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സൊക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. നെക്സ്റ്റ് നമ്മൾ പോയതാണ് പൈൻ വാലി. ഇവിടെയും നല്ല ഒടുക്കത്തെ തിരക്കായിരുന്നു. ഇതിൻ്റെ റോഡ് സൈഡിൽ ഫുള്ള് കടകളായിരുന്നു കേട്ടോ. മസാല ഭയങ്കര തിരക്ക. പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ. കാരണം പുറത്ത് നല്ല വെയിലാണ്, നല്ല ചൂടാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ലൊരു കൂൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്രാന്താണ് ഗൈസ്, പ്രാന്ത്, നല്ല പ്രാന്ത്. നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിലാണുള്ളത്, വാഗമണിലുള്ള പൈൻ ഫോറസ്റ്റ്. ഊട്ടിയിലുള്ള പൈൻ ഫോറസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ. അവിടെ കുറച്ചുകൂടി തണുപ്പുണ്ടാവും. തണുപ്പൊന്നുമില്ല. ഇത് ആക്ച്വലി ഡിസംബറാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ഉച്ച സമയമാണോ, വെയിലല്ലേ മൊത്തം. പുറത്താണ് എന്ത് വെയില, പക്ഷെ അതിൻ്റെ അകത്ത് പിന്നെയും കുറച്ച് തണുപ്പുണ്ട്. അത്രയും മോശമൊന്നുമില്ല. ഉച്ച സമയത്ത് ഇവിടെ വരുന്നത് കുഴപ്പമില്ല. കാരണം നമ്മളിപ്പോ മൊട്ടക്കൊന്നു പോയില്ലേ മെഡോസ്, അത് ഭയങ്കര വെയിലല്ലായിരുന്നു. പക്ഷെ ഇവിടെ ആ സമയത്ത് ഇവിടെ വരുവാണെങ്കിൽ ആ വെയിൽ ഒഴിവാക്കാം. അങ്ങനെ നടന്നു ഓടിയൊക്കെ കുറച്ച് ക്ഷീണിച്ചുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് തൊടുപുഴയിലാണ്.
ഒരു ക്വാർട്ടർ ഹണി ചീസ് അൽഫാമും ബീഫ് ഷവർമയാട്ടോ ഞങ്ങൾ കഴിച്ചത്. വേണ്ടോ അല്ല. Bye guys. Bye. See you in next video.